വിസ്മയ കാഴ്ചകളുമായി കോട്ടയം മാന്നാനം കെ സ്കൂളിൽ ഒരുക്കിയ പുൽക്കൂട് പൊതുജനങ്ങൾക്ക് കാണാനായി തുറന്നു. ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിവിധ കഥാസന്ദർഭങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ഗുഹാ മാതൃകയിലാണ് പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത്. തുടർച്ചയായി 10ാം വർഷമാണ് വ്യത്യസ്തമായ ആശയങ്ങളോടുകൂടിയുള്ള പുൽക്കൂട് നിർമ്മാണം. മാന്നാനം കെ സ്കൂളിലെ ഒരു പുൽക്കൂടാണ് എൻ്റെ ഈ വലതുവശത്തുള്ളത്. ഇത് കേവലം ഒരു പുൽക്കൂട് മാത്രമല്ല, ബൈബിളിലെ ചില കഥാസന്ദർഭങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറേ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുൽക്കൂടാണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയി അതിനകത്ത് എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളതെന്നൊന്ന് കണ്ടിട്ട് വരാം. ബൈബിളിലെ ആദ്യ പുസ്തകങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്, പുതിയ നിയമത്തിലെ മംഗളവാർത്ത, യേശുവിൻ്റെ ജനനം തുടങ്ങിയ സന്ദർഭങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് സ്കൂളിലെ പുൽക്കൂട്. ആളുകൾക്ക് ഉള്ളിലൂടെ നടന്ന് കാണാവുന്ന വിധത്തിൽ ഗുഹയുടെ മാതൃകയിലാണ് പുൽക്കൂടിൻ്റെ രൂപകൽപ്പന. ഇടയ്ക്ക് ചെറുവാതായനങ്ങളിലൂടെ കാണാൻ കഴിയും വിധം ബൈബിളിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാവിഷ്കാരവും ഒരുക്കിയിരിക്കുന്നു. ആദിമാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവകൽപ്പന ലംഘിച്ച് പർദീസ നഷ്ടപ്പെടുത്തുന്നതും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ മോശയ്ക്ക് മുന്നിൽ ചെങ്കടൽ രണ്ടായി പിളർന്നതും ഗബ്രിയേൽ മാലാഖ മറിയത്തെ മംഗളവാർത്ത അറിയിക്കുന്നതും ഗർഭിണിയായ മറിയത്തോടൊപ്പം ജോസഫ് ബെത്ലഹേമിലേക്ക് പോകുന്നതുമൊക്കെ ഇതിൽ കാണാനാകും. ആദത്തിന് ദൈവം തുണയായിട്ട് കൊടുത്ത ഹവ്വ ഈ പഴം പറിച്ച് തിന്നുന്നു, അത് ആദത്തിന് കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും പഴം കഴിക്കുന്നു. ദൈവത്തിൻ്റെ കോപത്തിന് അവർ ഇരയാവുന്നു. അങ്ങനെ അവർ പർദീസയിൽ നിന്ന് പുറത്താകുന്നു. അതാണ് നമ്മുടെ ബൈബിളിലെ തുടക്കം. അപ്പോൾ അവിടെ നിന്നാണ് ആ പുറത്താകുന്ന തൻ്റെ ജനത്തിനോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യം. ആ കാരുണ്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അത് രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് രക്ഷകനിലേക്ക് വരികയാണ്. ഏറ്റവും ഒടുവിലാണ് തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുന്നത്. കാഴ്ചകൾ കൂടുതൽ ആസ്വാദികരമാക്കുവാൻ കളർ ലൈറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുൽക്കൂടിന് വെളിയിൽ ക്രിസ്മസ് ട്രീകളും സാന്താക്ലോസുമൊക്കെയായി നയനാനന്ദകരമായ കാഴ്ചകൾ വേറെയുമുണ്ട്. കെ സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. മാന്നാനം സ്വദേശിയായ പ്രബീഷിന്റെ നേതൃത്വത്തിൽ 2 മാസത്തോളം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളാണ് പുൽക്കൂട് നിർമ്മാണത്തിനായി നടന്നത്. 2 മാസം അടുക്കാറായി ഞങ്ങളിത് തുടങ്ങിയിട്ട് തന്നെ. തുണ ഒരു വെറൈറ്റി സാധനം കൊണ്ടുവരണമെന്നുള്ളത് ഞങ്ങൾക്ക് കൊണ്ട് സാധിച്ചത് തുണ ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുൽക്കൂടിന്റെ സാങ്കേതിക ജോലികൾ ചെയ്തത് മലപ്പുറം സ്വദേശികളായ രാജൻ, ജോൺ സുകുമാരൻ എന്നിവരാണ്. പോളിഫോം, അതുപോലെ നമ്മൾ കമ്പി, നെറ്റ്, അതുപോലത്തെ സാധനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടെമ്പററി യൂസ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും, തെർമോക്കോള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 10 വർഷമായി കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോരുന്നുണ്ട്. മുൻ വർഷങ്ങളിലും ഇവർ തന്നെയാണ് കെ സ്കൂളിൽ പുൽക്കൂട് ഒരുക്കിയത്. ആളുകൾ പങ്കുവയ്ക്കുന്ന നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം. ഞങ്ങളിങ്ങനെ ഒരു ടീമായിട്ടാണ് വരാറ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുതലൊക്കെ നമ്മൾ 10-15 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ 6 പേര് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഒരു 5 പേരായി. എന്നാലും ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു ഇൻ്റർവെൽ ഇല്ലാതെ വർക്ക് ചെയ്ത കാരണം അങ്ങനെ തീർക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഏതായാലും വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളും, അതുപോലെ തന്നെ ഞങ്ങൾ വർക്ക് ഏൽപ്പിച്ച ആൾക്കാരും സാറ്റിസ്ഫൈഡ് ആണ്. കുട്ടികളും മുതിർന്നവരുമൊക്കെയായി നിരവധി പേരാണ് പുൽക്കൂട് കാണാൻ എല്ലാ വർഷവും ക്രിസ്മസ് നാളുകളിൽ ഇവിടെ എത്തുക. പുൽക്കൂട് കണ്ട് ചിത്രങ്ങളും റീലുകളുമൊക്കെ എടുത്താണ് എല്ലാവരുടെയും മടക്കം. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഏറ്റവും ഭംഗിയായിട്ട്, ഇത്ര ഭംഗി നല്ല ഒരെണ്ണം ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. കഴിഞ്ഞ വർഷത്തേനും കടിച്ചിരി കൂടി ഒരു നല്ല അസ്തറ്റിക് ലുക്കുണ്ട്. ഈ പ്രാവശ്യത്തെ പുൽക്കൂട് ഗംഭീരമായിരിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഒരു അതിഭംഗിയ കാഴ്ച തന്നെ ആയിരിക്കും. പുൽക്കൂടൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷത്തെ പുൽക്കൂടാണോ ഈ വർഷത്തെ പുൽക്കൂടാണോ നല്ലത്? എങ്ങനെയുണ്ട് പുൽക്കൂട് കണ്ടിട്ട്? പുൽക്കൂട് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. നല്ലതാണ്. എന്താ ഇഷ്ടപ്പെട്ടെ? എനിക്ക് വലിയ സ്ഥലമല്ല ഇഷ്ടപ്പെട്ടു. കയ്യിലെ പുൽക്കൂട് അടിപൊളി. കാരണം ഞാൻ നല്ലപ്പോഴും ഇതുപോലത്തെ പുൽക്കൂട് കാണുന്നത്. നല്ല പരിപാടികൾ, അതുപോലെ പുൽക്കൂട് അടിപൊളി, വണ്ടർഫുൾ. ക്രിസ്മസ് അവധി ദിനങ്ങളിൽ ആളുകൾക്ക് കുടുംബസമേതമെത്തി ഇവിടെ കുറച്ചു സമയം ഒന്നിച്ച് ചെലവഴിക്കാനുള്ള അവസരം കൂടിയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി പറയുന്നു. നമ്മുടെ ക്യാമ്പസിൽ നല്ല വിശാലമായിട്ട് സ്ഥലമുണ്ട്. അതുകൊണ്ട് പിള്ളേർക്ക് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പേരൻസിനാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്ത് വരുന്ന ചാടിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഒരു വശമായിട്ട് കാണുന്നത്. സ്കൂൾ അങ്കണമാകെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. ക്രിസ്മസ് അവധി ദിനങ്ങളിൽ രാത്രി മുഴുവൻ ആളുകൾക്ക് വന്ന് ഈ മനോഹര കാഴ്ചകൾ കാണുവാൻ അവസരവുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാന്നാനം കെ സ്കൂളിലെ പുൽക്കൂടിൻ്റെ വിശേഷങ്ങൾ, കാഴ്ചകൾ.
ഈ പുൽക്കൂടുകൾ നേരിട്ട് കാണണമെങ്കിൽ ധൈര്യമായി KE സ്കൂളിലേക്ക് വരിക. കുടുംബസമേതം വന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങാവുന്നതാണ്. ക്യാമറമാൻ ജിത്തു കൃഷ്ണയ്ക്കൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്, കോട്ടയം.